മലപ്പുറത്തെ വീട്ടിലെ ശുചിമുറിക്കുള്ളിൽ കഞ്ചാവ് ചെടികൾ വളർത്തി യുവാവ് അറസ്റ്റിൽ. പുതുപൊന്നാനി സ്വദേശി പൊന്നാക്കാരൻ ഹക്കീമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചോട്ടാ ഹക്കീം എന്ന പേരിലാണ് ഇയാൾ ലഹരി ലോകത്ത് അറിയപ്പെട്ടത്. ഹക്കീമിനെ സമീപിച്ചാൽ കഞ്ചാവ് കിട്ടും. പക്ഷേ ഹക്കീം എവിടെ നിന്ന് കഞ്ചാവ് എത്തിക്കുന്ന വിവരം പരമരഹസ്യം. പൊതുവെ ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് മൊത്തമായെടുത്ത് കേരളത്തിലെത്തിച്ച് ചെറു പാക്കറ്റുകളാക്കി വിൽക്കുന്ന പതിവ് രീതിയാണ് കഞ്ചാവ് കച്ചവടക്കാരുടേത്. എന്നാൽ ഹക്കീമിന് അങ്ങനെ കേരളം വിട്ടുള്ള യാത്രയുമില്ല. ഈ അന്വേഷണമാണ് ഹക്കീം എന്ന കഞ്ചാവ് വിൽപ്പനക്കാരിൽ നിന്ന് കഞ്ചാവ് കർഷകനിലേക്ക് എത്തിയത്. വീടിന് പുറത്ത് കഞ്ചാവ് നട്ടുപിടിപ്പിച്ചാൽ ആരെങ്കിലും കാണും, അകത്താക്കും. അക്കാര്യം ഹക്കീമിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഹക്കീമല്ലാതെ മറ്റാരും കാണില്ലെന്ന് ഉറപ്പുള്ള ഇടം തന്നെ കണ്ടെത്തി. മറ്റെവിടെയുമായിരുന്നില്ല, സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ തന്നെയായിരുന്നു ഹക്കീമിന്റെ പാടം. ശുചിമുറിക്കകത്ത് ചെടിച്ചട്ടികളിലാക്കിയ 15ഓളം കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. 8 വർഷം മുമ്പ് നടന്ന ഒരു വാഹനാപകടത്തിൽ ഹക്കീമിന്റെ കാൽപാദം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് മറ്റു ജോലികൾക്ക് പോകാൻ ബുദ്ധിമുട്ടായതോടെയാണ് ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി പണമുണ്ടാക്കാൻ കഞ്ചാവ് കച്ചവടത്തിലേക്കും കൃഷിയിലേക്കും കടന്നത്. ചോട്ടാ ഹക്കീം എന്ന പേരിലാണ് ഇയാൾ ലഹരി വിൽപ്പന ലോകത്ത് അറിയപ്പെടുന്നത്. ഇയാളുടെ ഇടപാടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.